ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഗ്നൻ്റ് ആകുന്ന പല സ്ത്രീകൾക്കും പ്രഗ്നൻസിയുടെ വളരെ തുടക്കത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഇത്തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പീരിയഡ്സ് മിസ്സാകുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഈവൻ പീരിയഡ്സ് ആ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റിൽ തന്നെ ചെറിയ രീതിക്ക് ബ്ലീഡിങ് വന്നതിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അഡീഷണൽ കെയർ നമ്മുടെ ശരീരത്തിലോട്ട് അങ്ങോട്ട് കൊടുക്കുക. PCOD ഉള്ളവരും ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളൊക്കെ ഉള്ളവർക്ക് പ്രഗ്നൻസിയുടേത് പോലുള്ള ലക്ഷണങ്ങളൊക്കെ കാണുമ്പോഴേക്കും അവർ തെറ്റിദ്ധരിക്കാറുണ്ട്, വരുന്നത് പീരിയഡ്സ് ആണെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ട് ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ, ആൻസൈറ്റി ഉള്ളവരോ അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആവുന്നവരോ ആണോ നിങ്ങളെങ്കിൽ നിങ്ങൾ വീഡിയോസ് കേൾക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതല്ല പ്രശ്നമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ വീഡിയോസ് ഫുള്ളായിട്ട് കേൾക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വായയിൽ സംഭവിക്കുന്ന കയ്പ് രുചിയെ പറ്റിയിട്ടാണ്. പനി വരുന്ന സമയത്ത് നമുക്കൊക്കെ വായിൽ കയ്പ് രുചി ഉണ്ടാവാറുണ്ട്. നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് വ്യത്യാസം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു സിഗ്നലില് പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ്, സിഗ്നലിൽ ഒരു കണക്ഷനൊക്കെ കട്ടായി പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് വായയിൽ കയ്പ് അനുഭവപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഓൾറെഡി ഒരു സ്ത്രീക്ക് വായയിൽ സംഭവിക്കുന്ന ബിറ്റർ ടേസ്റ്റിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ മെറ്റാലിക് ടേസ്റ്റിനെ പറ്റിയിട്ടും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളവരായിരിക്കും. അതായത് മെറ്റാലിക് ടേസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മളൊരു വെള്ളിയുടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാത്രം നമ്മളെടുത്ത് കടിച്ചു പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിന്ന് ജസ്റ്റ് ഒരു പുളിപ്പ് പോലെ നമുക്കൊരു ഫീലിംഗ്, ഒരു സെൻസേഷൻ ഉണ്ടാവില്ലേ? ഇതാണ് മെറ്റാലിക് ടേസ്റ്റിൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒന്നാണ് ബിറ്റർ ടേസ്റ്റ് അല്ലെങ്കിൽ കയ്പ് വായയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇതിന് പലതരത്തിലുള്ള റീസൺസ് ഉണ്ട്. ഒരു കാരണം കൊണ്ട് മാത്രമല്ല ഇതുണ്ടാവുന്നത്, പല കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നാക്കിലുള്ള ടേസ്റ്റ് ബഡ്സ് ആണ് ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പ്രഗ്നൻസി ആകുമ്പോഴുള്ള ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് ഈ ടേസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടാവുന്നു, നമുക്ക് കയ്പ് അനുഭവപ്പെടുന്നു. ഹോർമോൺ എന്ന് പറയുന്നത് ആദ്യം തന്നെ അഫക്ട് ചെയ്യുന്ന ഹോർമോൺ ഈസ്ട്രജൻ ഹോർമോൺ ആണ്. ഈസ്ട്രജൻ ഹോർമോൺ ശരീരത്തിൽ കൂടുമ്പോഴേക്കും ഇത് ടേസ്റ്റ് ബഡ്സിന്റെ പ്രവർത്തനത്തെ അഫക്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ബിറ്റർ ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു കയ്പ് രുചി നമുക്ക് കിട്ടുന്നതിന് കാരണമാകുന്നു. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന HCG ഹോർമോൺ ആണ്. HCG ഹോർമോൺ എന്ന് പറയുന്നത് പ്രഗ്നൻസി ആകുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഇൻക്രീസ് ആകുന്ന ഒരു ഹോർമോൺ ആണ്. പലരും ചോദിക്കുന്നുണ്ട്, നമ്മളിപ്പോ <2 ഒക്കെ പ്രഗ്നൻസിയിലെ HCG വാല്യൂ കണ്ടു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളുടെ ശരീരത്തിൽ കുറച്ചൊക്കെ HCG ഹോർമോൺ ഉണ്ടാകുന്നത് നോർമൽ ആണ്, നമ്മളുടെ ശരീരത്തിൽ അതുണ്ട്. പക്ഷേ അതൊരു 5 എബോവ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പോസിറ്റീവ് ആകുകയുള്ളൂ. ഈ ഒരു പ്രഗ്നൻസി ഹോർമോൺ ആയിട്ടുള്ള ഈ ഒരു HCG ഹോർമോൺ ശരീരത്തിൽ കൂടുമ്പോഴേക്കും പലർക്കും പല തരത്തിലുള്ള വളരെ വിവിധങ്ങളായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണം ഉണ്ടാവാറുണ്ട്. ചില ഡോക്ടേഴ്സ് അപ്പോൾ ഇതിനെ ഒരു കൾപ്രിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതിന് കാരണക്കാരനായിട്ട് പറയുന്നത് HCG ഹോർമോണിനെയാണ്. ഈ HCG ഹോർമോൺ നമ്മളുടെ ടേസ്റ്റിനെയും അതുപോലെ തന്നെ സ്മെല്ലിനെയും അഫക്ട് ചെയ്യുന്നുണ്ട്. ചിലർക്കൊക്കെ പ്രഗ്നൻസി ആകുന്ന സമയത്ത് പ്രത്യേകം എന്തെങ്കിലുമൊക്കെ സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, വോമിറ്റ് ചെയ്യാനായിട്ടൊക്കെ തോന്നും. അതുപോലെ ചില ഫുഡിനോടൊക്കെ ഇഷ്ടം ഭയങ്കര കൂടുതലായിരിക്കും, ചിലർക്ക് ഇഷ്ടം ഭയങ്കര കുറവായിരിക്കും. ഇഷ്ടപ്പെട്ടിരുന്ന പല ഭക്ഷണങ്ങളെയും വെറുത്തു പോകുന്ന ഒരുപാട് പേരുണ്ട് പ്രഗ്നൻസി സമയത്ത്. ഇതെല്ലാം കൂടുതലായിട്ട് നമുക്ക് സംഭവിക്കുന്നത് ഈ ഒരു HCG ഹോർമോണിന്റെ ഒരു ഇൻക്രീസ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ നിങ്ങൾക്ക് വായയിൽ കയ്പ് അനുഭവപ്പെടാൻ വേണ്ടിയിട്ടുള്ള അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് HCG ഹോർമോൺ ആണ്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വായയിൽ സ്റ്റൊമക് ആസിഡ് കൂടുക. ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് പലതരത്തിൽ നമ്മുടെ സ്റ്റൊമക്കിനെ അത് അഫക്ട് ചെയ്യാറുണ്ട്, നമ്മുടെ ദഹന പ്രക്രിയയെ അത് അഫക്ട് ചെയ്യാറുണ്ട്. ദഹനം വളരെയധികം സ്ലോ ആവാറുണ്ട്, അല്ലെങ്കിൽ ദഹനത്തെ ഒരു സെക്കൻഡറി ആയിട്ട് അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ഒരു പ്രഗ്നൻസി പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഒരു കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എംബ്രിയോ ഡെവലപ്മെന്റിനൊക്കെ ആയിരിക്കും. അപ്പോൾ HCG ഹോർമോൺ ഒക്കെ ശരീരത്തിൽ കൂടുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് പ്രഗ്നൻസി ആകുന്ന സമയത്ത് ഡൈജഷൻ ഒന്ന് സ്ലോ ആകും. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ്. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു പ്രവർത്തനം സ്ലോ ആകുന്നതിന്റെ ഭാഗമായിട്ട് സ്റ്റൊമക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കൂടുന്നു. ഇങ്ങനെ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്റ്റൊമക് ആസിഡിന്റെ പ്രൊഡക്ഷൻ മേപ്പോട്ട് കയറി വരുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് വായയിൽ ബിറ്റർ ടേസ്റ്റ് അല്ലെങ്കിൽ കയ്പ് രുചി നമുക്ക് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് കേട്ടോ.
ഇനി അടുത്തതായിട്ട് ഈ ലക്ഷണം കാണുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. വായയിൽ കയ്പ് അനുഭവപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ടൊന്നും തോന്നില്ല. കാരണം വായ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. വെള്ളം നമ്മൾ കുടിക്കുന്നതിനനുസരിച്ചിട്ട് ആ ഒരു വായയിലെ ടേസ്റ്റ് കുറവുള്ളതിന് ഒരു വ്യത്യാസം നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സ്, അതായത് വിറ്റമിൻ സിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ ഓറഞ്ച് കഴിക്കുക, അല്ലെങ്കിൽ മുസമ്പി കഴിക്കുക. ഇതിലെല്ലാത്തിലും വിറ്റമിൻ സിയുടെ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോഴേക്കും നമ്മുടെ ടേസ്റ്റിന് നമുക്കൊരു ചെറിയൊരു വ്യത്യാസം നമുക്ക് അനുഭവപ്പെടും കേട്ടോ. ഇനി എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, എപ്പോൾ മുതൽ ഈ ലക്ഷണമൊക്കെ കണ്ടു തുടങ്ങും എന്നതിനെ പറ്റിയിട്ട്. ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സ്, അതാണ് നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള അണ്ടം വന്നിട്ട് യൂട്രസിന്റെ ക്യാവിറ്റിയിൽ വന്ന് യൂട്രസിന്റെ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ അറ്റാച്ച് ആകുന്ന സമയം. എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ അറ്റാച്ച് ആയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇത് വളരാനായിട്ട് തുടങ്ങുന്നത്. അറ്റാച്ച് ആകുന്ന ആ ഒരു സമയം തൊട്ട് നമ്മളുടെ ശരീരത്തിലെ ഹോർമോൺസിന്റെ ഒക്കെ ഹൈക്ക് ഉണ്ടാകും. പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടും. അതുപോലെ തന്നെ പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് കൂടും. അതുപോലെ തന്നെ HCG ഹോർമോണിന്റെ അളവും കൂടും. ഈ 3 ഹോർമോൺസിന്റെയും പ്രൊഡക്ഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് പ്രഗ്നൻസിയുടെ പല ലക്ഷണങ്ങളും കണ്ടു തുടങ്ങും. അപ്പോൾ ഈ ഒരു ലക്ഷണം എപ്പോഴുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ, പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ, ഏകദേശം ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 12 ദിവസം കഴിഞ്ഞുള്ള സമയത്ത്, പീരിയഡ്സ് മിസ്സാവുന്നതിന് മുൻപ് മുതൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ലക്ഷണം കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് ഡേറ്റിൽ നിങ്ങൾക്ക് പീരിയഡ്സ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ലൈവ് സെഷൻ നടക്കുന്നുണ്ട്. 11 o'clock ശേഷം, അതായത് രാവിലെ 11 മണിക്ക് ശേഷം ഏത് സമയത്താണ് ലൈവ് വരുന്നതെന്ന് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ടാബ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ലൈവിൽ ചോദിക്കാവുന്നതാണ്. ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻട്രാക്ഷൻ നടത്താം കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.